ഹായ് ഗൈസ്, എല്ലാവർക്കും മലയാളി വ്ളോഗേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കോഴിക്കോടുള്ള രണ്ടാമത്തെ ബീച്ചായ ബട്ട് റോഡ് ബീച്ചിലാണ്. ഇവിടെ അധികം തിരക്കുകളൊന്നുമില്ല. കോഴിക്കോട്ടെ മെയിൻ ബീച്ചിൽ വളരെയധികം തിരക്കുകളാണ്. അവിടെ നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ തന്നെ കൂടുതൽ നേരം നമുക്കതിൽ ചിലവഴിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. എന്നാൽ ഇവിടെ ഫാമിലി ആയിട്ട് നമുക്ക് വന്നിരുന്ന് ഒത്തിരി നേരം ആസ്വദിക്കാനുള്ള ഒരു ഏരിയയും അതേപോലെ തന്നെ സൗകര്യങ്ങളൊക്കെ തന്നെയുള്ള ബട്ട് റോഡ് ബീച്ചിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ആ ബീച്ചിലെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ ഈ ഒരു വ്ളോഗിലൂടെ കാണാൻ പോകുന്നത്. ബട്ട് റോഡ് ബീച്ചിന്റെ പ്രവേശന കവാടത്തിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കോഴിക്കോട് മെയിൻ ബീച്ചിൽ നിന്നുള്ള റോഡാണ് ഈ കാണുന്നത്. അതേപോലെ വെസ്റ്റ് ഹിൽ ഭാഗത്തു നിന്ന് വരുന്ന റോഡും ഇതിനഭിമുഖമായി നമുക്ക് കാണാം. കണ്ണൂർ കൊയിലാണ്ടി ഭാഗത്തു നിന്ന് വരുന്നവർക്ക് തീരദേശ ഹൈവേ വഴിയും ഈ ബീച്ചിലെത്താം. ഈ ബീച്ചിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഫാമിലി ഏറ്റവും കൂടുതലായി എത്തുന്ന ഒരു ബീച്ച് എന്നതാണ്. ഒപ്പം കുട്ടികൾക്ക് സുരക്ഷിതമായി കളിക്കുവാനും ഉല്ലസിക്കുവാനുമുള്ള സൗകര്യവും പ്രത്യേകമായി ഒരുക്കിയിരിക്കുന്നതും ഈ ബീച്ചിന്റെ ഒരു പ്രത്യേകതയാണ്. ഈ ബീച്ചിലെ പാർക്കിൽ സ്കേറ്റിംഗ് ട്രെയിനിങ്ങും നടന്നു വരുന്നുണ്ട്. ഒത്തിരി കുട്ടികളാണ് സ്കേറ്റിംഗ് പരിശീലനം നടത്തുന്നതിനായി ഇവിടെ എത്തിച്ചേരുന്നത്. ഈ കാണുന്ന തട്ടുകടകളെല്ലാം തന്നെ വൈകുന്നേരമാകുമ്പോഴേക്കും സജീവമാകും. മനോഹരമായ ഈ ബീച്ച് മാലിന്യങ്ങളില്ലാതെ വൃത്തിയായി തന്നെ പരിചരിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ടാണ് ഇവിടെ തിരക്ക് അനുഭവപ്പെടാത്തത്. ഇപ്പോഴും നല്ല രീതിയിൽ തിരമാലകൾ അടിച്ചു കയറുന്നുണ്ട്. ഇവിടുത്തെ പാർക്കിൽ കുട്ടികൾക്ക് കളിക്കാനായി ഒത്തിരി റൈഡുകൾ ഒരുക്കിയിട്ടുണ്ട്.
വൈകുന്നേരമാകുമ്പോഴേക്കും ഇവിടുത്തെ ജലധാര പ്രവർത്തിപ്പിക്കാൻ തുടങ്ങും. അപ്പോൾ കുട്ടികളെല്ലാം തന്നെ ജലധാരയ്ക്ക് ചുറ്റുമായി അണിനിരന്ന് നനഞ്ഞു കുളിക്കുന്നത് രസകരമായ ഒരു കാഴ്ചയാണ്. കരിങ്കലിൽ കൊത്തിയെടുത്ത കുറേയേറെ ശില്പങ്ങൾ ഈ ബീച്ചിന്റെ പ്രത്യേകതയാണ്. അവ പാർക്കിന്റെ പല ഭാഗങ്ങളായി ക്രമീകരിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഈ പൂളിൽ വൈകുന്നേരങ്ങളിൽ പലതരം റൈഡുകളും നടക്കാറുണ്ട്. നമ്മുടെ കോഴിക്കോട് എന്നെഴുതിയ ഈ പെയിന്റിംഗ് ഈ പാർക്കിന്റെ മധ്യഭാഗത്തായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ പെയിന്റിങ്ങിൽ വാസ്കോഡ ഗാമയും സാമൂതിരിയും തളി ക്ഷേത്രവും കളരിയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. കോഴിക്കോടിന്റെ സാംസ്കാരിക ചരിത്രം ഈ ഒരു ചിത്രത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. ബീച്ചിലെത്തുന്നവർക്കായി ടോയ്ലറ്റ് സൗകര്യങ്ങളോട് കൂടിയ ഒരു കംഫർട്ട് സ്റ്റേഷനും ഈ പാർക്കിൽ ഒരുക്കിയിട്ടുണ്ട്. ബീച്ചിലെത്തുന്നവർക്ക് ഏറെ പ്രയോജനപ്രദമാണ് ഈ കംഫർട്ട് സ്റ്റേഷൻ. ഇപ്പോൾ ഏകദേശം 12 മണിയായപ്പോൾ തന്നെ തട്ടുകടകളെല്ലാം തന്നെ സജീവമായി തുടങ്ങിയിട്ടുണ്ട്. അവർ പലഹാരങ്ങളും എണ്ണക്കടികളും ഉണ്ടാക്കുന്ന തിരക്കിലാണ്. കോഴിക്കോട്ടെ ഈ രണ്ടാമത്തെ ബീച്ചിലേക്ക് കണ്ണൂർ ജില്ലയിൽ നിന്നും വയനാട്ടിൽ നിന്നും മലപ്പുറം ജില്ലയിൽ നിന്നും ഒത്തിരി ആളുകളാണ് വന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.